ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നെയ്പ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ ഈ ഒരു പത്തിൽ ചൂടിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അതുപോലെ തണിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ പത്തിൽ ഇരിക്കും. അതുപോലെ നെയ്പ്പത്തിൽ തയ്യാറാക്കുമ്പോൾ പത്തിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ നമ്മൾ അതിൻ്റെ കട്ടി വളരെ കുറച്ചിട്ടൊക്കെ വേണം തയ്യാറാക്കാൻ. അപ്പോഴാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. റൈസ് ആയതുകൊണ്ട് ഉള്ളൊക്കെ വെന്തിട്ടില്ലെങ്കിൽ കഴിക്കുമ്പോൾ എന്തോ പോലെയായിരിക്കും. അപ്പോൾ പത്തിൽ കട്ടി കുറച്ച് പരത്തിയാലും നന്നായിട്ട് തന്നെ പൊന്തിയിട്ടൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണാം, പത്തിൽ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും അരിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിനാദ്യം കുറച്ച് തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട റൈസ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക. കാരണം റൈസ് പൗഡർ വേറെ തേങ്ങ വേറെ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി റൈസിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് എടുക്കുന്നത്. അപ്പോഴാണ് പത്തിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളമായതുകൊണ്ട് പൊടി നല്ല ചൂട് വരും. അപ്പോൾ സ്പൂൺ കൊണ്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ലൂസാവരുത്, കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ലൂസായി പോയിക്കണ്ട പത്തിൽ പൊന്തി കിട്ടൂല. അപ്പോൾ ഒരൊത്ത കട്ടിക്ക് എടുക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പത്തിൽ പരത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. വാഴയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറോ യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് കുറച്ച് അരി ചെറിയൊരു ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ പത്തിൽ പരത്തുമ്പോൾ വലിയ കട്ടിക്കൊന്നും പരത്തരുത്, ഉള്ളു വെന്ത് കിട്ടൂല. അപ്പോൾ ചെറിയ ഉരുളയാക്കിയിട്ട് ഒരു ഒത്ത കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിൽ കാണും പോലെ പരത്തിയെടുക്കാം. അപ്പോൾ കട്ടി കൂടുതലുണ്ടെങ്കിലേ പത്തിൽ പൊന്തുള്ളൂ, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഒത്ത കട്ടിക്ക് വേണം പരത്തിയെടുക്കുക. അപ്പോഴാണ് പത്തിലുള്ളൊക്കെ വെന്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതാ പരത്തിയിട്ട് ഒന്ന് ഷേപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് ഇത് അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ചൂടാവാൻ മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പത്തിൽ പൊന്തൂല. അപ്പോൾ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. ഇനി 2 വശവും തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കാം. എനിക്കൊന്ന് മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം നെയ്പ്പത്തിൽ. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആകും വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പത്തിൽ തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പത്തിൽ ഒരിക്കലും ഹാർഡാവുന്നില്ല, സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും പത്തിൽ തണിഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ അരിയൊന്നും അരക്കാതെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് നെയ്പ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് നെയ്പ്പത്തിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ രാത്രിയിലേക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണല്ലോ നെയ്പ്പത്തിൽ. നെയ്പ്പത്തിൽ ഇഷ്ടമല്ലാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പോൾ
അരിപ്പൊടി ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.